പത്തനംതിട്ട മിഴുവേലിയിലെ നവജാത ശിശുവിന്റെ മരണം കൊലപാതകമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. യുവതി ശുചിമുറിയിൽ തലകറങ്ങി വീണപ്പോൾ കുഞ്ഞിന്റെ തല നിലത്തടിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. കാമുകനിൽ നിന്നാണ് അവിവാഹിതയായ 21-കാരി ഗർഭം ധരിച്ചത്. വീട്ടുകാരറിയാതെ ഗർഭം മറച്ചുവെച്ചു. സുഖമില്ലെന്ന് പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങി. പ്രസവശേഷം കുഞ്ഞിനെ ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച് ആശുപത്രിയിലെത്തി. ആശുപത്രി അധികൃതരുടെ സംശയമാണ് കേസിൽ നിർണായകമായത്. ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു. പത്തനംതിട്ട മിഴുവേലിക്ക് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് ചേമ്പിലയിൽ പൊതിഞ്ഞ നിലയിലാണ് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കുഞ്ഞിന് ജന്മം നൽകിയത് അവിവാഹിതയായ 21-കാരി. കാമുകനിൽ നിന്നാണ് ബിരുദ വിദ്യാർത്ഥി ഗർഭം ധരിച്ചത്. മാതാപിതാക്കളും സഹോദരിയും മുത്തശ്ശിയും വീട്ടിലുണ്ട്. ഇവരാരും അറിയാതെ ഗർഭകാലം കഴിച്ചുകൂട്ടി. തുടർന്ന് വീട്ടിൽ യുവതി പ്രസവിക്കുകയും ചെയ്തു. പ്രസവം നടന്നതിനു പിന്നാലെ പൊക്കിൾക്കൊടി സ്വയം മുറിച്ചു. കുട്ടിയുടെ കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാൻ വാ പൊത്തിപ്പിടിച്ച ശേഷം അടുത്തുള്ള പറമ്പിൽ കൊണ്ടുചെന്ന് വച്ചു എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത്. അസുഖമാണെന്ന് വീട്ടുകാരോട് പറഞ്ഞ ശേഷം ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സ തേടി. നിലയ്ക്കാത്ത രക്തസ്രാവത്തോടെ എത്തിയ യുവതിയിൽ ആശുപത്രി അധികൃതർക്ക് സംശയം തോന്നി. യുവതി പ്രസവിച്ചുവെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല. കുഞ്ഞ് എവിടെയെന്ന് തുടർച്ചയായി ചോദിച്ചതിനു ശേഷമാണ് പ്രസവിച്ചുവെന്ന് നഴ്സിനോട് യുവതി സമ്മതിച്ചത്. ചെങ്ങന്നൂർ പോലീസിനെ ഉടൻ തന്നെ വിവരം അറിയിച്ചു. അവർ ഇലവുംതിട്ട പോലീസിന് വിവരം കൈമാറി. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. യുവതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുറിക്കുള്ളിൽ പോലീസ് രക്തക്കറ കണ്ടെത്തി. ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുഞ്ഞിന്റെ പിതാവ് തന്റെ കാമുകനാണെന്ന് യുവതി മൊഴി നൽകിയത്. കുഞ്ഞിന്റെ മരണകാരണം തലക്കേറ്റ പരിക്കാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പെൺകുട്ടി ശുചിമുറിയിൽ തലകറങ്ങി വീണിരുന്നു. ഈ വീഴ്ചയിൽ കുഞ്ഞിന്റെ തല നിലത്തടിച്ചതാകാം മരണകാരണം എന്നാണ് വിലയിരുത്തൽ. സംശയങ്ങൾ നീങ്ങാൻ വിശദമായ ചോദ്യം ചെയ്യലും അന്വേഷണവും ആവശ്യമാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.